أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك أعثرنا عليهم ليعلموا أن وعد الله حق وأن الساعة لا ريب فيها إذ يتنازعون بينهم أمرهم فقالوا ابنوا عليهم بنيانا ربهم أعلم بهم قال الذين غلبوا على أمرهم لنتخذن عليهم مسجدا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 930 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫിലെ 21 ആയത്താണ് എന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك عثرنا عليهم ليعلموا أن وعد الله حق وأن الساعة لا ريب فيها إذ يتنازعون بينهم أمرهم فقالوا ابنوا عليهم بنيانا ربهم أعلم بهم قال الذين غلبوا على أمرهم لنتخذن عليهم مسجدا صدق الله العلي العظيم. സൂറത്തുൽ കഹ്ഫിലെ 21 ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഗുഹാവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണത്തിന്റെ ഏകദേശം അവസാന ഭാഗത്തിലാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ആ ഗുഹാവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഈ 21 ആയത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഗുഹയിൽ ഉറങ്ങിക്കിടന്ന ആളുകൾ ഉണർന്നെണീക്കുകയും കൂട്ടത്തിൽ ഒരാളെ നല്ല ഭക്ഷണം എവിടെ ലഭ്യമാകും എന്നത് നോക്കി കണ്ടെത്തി വാങ്ങിക്കാൻ വേണ്ടി പട്ടണത്തിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു എന്നതാണ് നമ്മൾ അവസാനം വായിച്ച ഭാഗത്ത് അടങ്ങിയിട്ടുണ്ടായിരുന്നു. എത്ര കാലം ഗുഹയിൽ അവര് കഴിച്ചുകൂട്ടി എന്നതിനെ കുറിച്ച് അവർക്ക് വേണ്ടത്ര ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തില് താഴെ സമയം, ഇങ്ങനെയൊക്കെയാണ് അവർ അതിനെ കുറിച്ച് നിരീക്ഷിക്കുകയുണ്ടായത്. അള്ളാഹുവിനാണ് കൃത്യമായിട്ട് അറിയുക നമ്മൾ എത്ര കാലം ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നത് എന്നും അവര് നിരീക്ഷിക്കുകയുണ്ടായി. പട്ടണത്തിൽ പോയി ഭക്ഷണം സംഘടിപ്പിക്കാൻ വേണ്ടി അവര് കയ്യിൽ കരുതുന്നത് പഴയ കാലത്തെ നാണയങ്ങളാണ്, വെള്ളി നാണയങ്ങളാണ്. പോവുകയും വരികയൊക്കെ ചെയ്യുമ്പോൾ നല്ല കരുതൽ വേണം. നിങ്ങൾ എവിടെയാണുള്ളത് എന്നതിനെ കുറിച്ചുള്ള യാതൊരു സൂചനയും അവിടെ ആർക്കും നൽകരുത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ഈ പട്ടണത്തിലേക്ക് പോകാൻ തെരഞ്ഞെടുത്ത ആൾക്ക്. അങ്ങനെ എങ്ങാനും അവർക്ക് നിങ്ങളെ കീഴ്പ്പെടുത്താനായാൽ അല്ലെങ്കിൽ നിങ്ങളെ അവര് പിടികൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവര് ഒന്നുകിൽ നിങ്ങളെ കല്ലെറിഞ്ഞു കൊല്ലും, അതല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവരുടെ ആ പഴയ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുപോയി കളയും. അതുകൊണ്ട് നല്ല കരുതൽ വേണം. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും വിജയം നേടാൻ സാധിക്കുകയില്ല എന്നാണ് അവരതിനെക്കുറിച്ച് പരസ്പരം ബോധ്യപ്പെടുത്തുന്ന കാര്യം. അതിനെ തുടർന്ന്
അള്ളാഹു ഒരു കാര്യം വ്യക്തമാക്കുന്ന വിധത്തിലാണ് നമ്മൾ ഇന്ന് വായിച്ച ആയത്ത് അതിന്റെ വിവരണ ശൈലി. വകദാലിക അഅ്സർനാ അലൈഹിം, അപ്രകാരം നാം അവരെ കുറിച്ച് അറിവ് നൽകി. പട്ടണത്തിലെ ഇവരേത് പട്ടണത്തിലേക്കാണോ ഭക്ഷണം തേടി പോയിട്ടുള്ളത് ആ പട്ടണത്തിലെ ആളുകൾക്ക്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക്, ആ സമകാലികരായ ആളുകൾക്ക് ഈ വിധത്തിൽ നാം ഗുഹയിലെ ആളുകളെ കുറിച്ച്, ഗുഹയിൽ വസിച്ച ആളുകളെ കുറിച്ചൊരു അറിവ് നൽകുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ പട്ടണത്തിലെ ആളുകൾ ഈ ഗുഹയിൽ 100-300 വർഷം ഉറങ്ങിക്കിടന്ന ആളുകളെ കുറിച്ചൊരു അറിവ് അവർക്ക് ലഭിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ഗുഹവാസികൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പട്ടണത്തിലേക്ക് കൂട്ടത്തിൽ ഒരാളെ പറഞ്ഞയച്ചു എന്നതാണ് അങ്ങനെ ഒരു കൂട്ടരെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാവാൻ ആ സമകാലികരായ ആളുകൾക്ക് കാരണമാവുന്നത്, അവസരമാവുന്നത്. അത് അള്ളാഹു സജ്ജീകരിച്ച, അല്ലെങ്കിൽ അള്ളാഹു ആ വിധത്തില് പട്ടണത്തിലെ ആളുകൾ ഈ ഉറങ്ങിക്കിടന്ന ആളുകളെ കുറിച്ച് അറിയണം എന്നത് അള്ളാഹു നിശ്ചയിച്ച പ്രകാരമാണത് നടക്കുന്നത്. വകദാലിക അഅ്സർനാ അലൈഹിം, ഈ വിധത്തിൽ നാം അവർക്ക് അവരെ കുറിച്ച് അറിവ് നൽകുകയുണ്ടായി. ഇവരെ കുറിച്ച് അറിയാൻ അവർക്ക് നാം അവസരം ഒരുക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന് അതിലൊരു മശീഅത്തുണ്ട്. ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അവരറിയണം, അതിനു വേണ്ടിയാണ്. എന്താണ് അവരറിയേണ്ടത്? അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്, അത് പുലരുക തന്നെ ചെയ്യും എന്നത് അവർക്ക് അറിയുന്നതിന് വേണ്ടിയാണ്. വഅന്ന സ്സഅത ലാ റൈബ ഫീഹ, അന്ത്യസമയം അല്ലെങ്കിൽ പാരത്രിക ജീവിതം, അതില് യാതൊരു സംശയവും വേണ്ടതില്ല എന്ന കാര്യവും അവരറിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ വാഗ്ദാനം, അള്ളാഹുവിന്റെ വഅദ് പുലരുക തന്നെ ചെയ്യും, അത് സത്യമാണ്, സത്യമായി പുലരുക തന്നെ ചെയ്യും. അതുപോലെ അന്ത്യസമയം എന്ന ഒരു കാര്യം എല്ലാ പ്രവാചകന്മാരും അവരുടെ സമൂഹങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള, അവരെ കൃത്യമായി ഉണർത്തിയിട്ടുള്ള ഒരു കാര്യമാണ് സാഴത്ത് എന്നത്. ഭൂമുഖത്തെ മനുഷ്യവാസം അവസാനിക്കുന്ന, എല്ലാവരും മരിച്ചു പോകുന്ന, എന്നിട്ട് അവരൊക്കെയും തന്നെ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ആ പ്രക്രിയയുടെ തുടക്കം. അങ്ങനെ ഒരു സംഗതി, അതില് യാതൊരു സംശയവും ഇല്ല എന്ന കാര്യം ആ കാലഘട്ടത്തിലെ പട്ടണത്തിലെ ആളുകള് അറിയുന്നതിന് വേണ്ടി കൂടിയാണ് ഈ 100-300 വർഷം ഗുഹയില് കഴിച്ചുകൂട്ടിയ ആളുകളെ കുറിച്ച് അവർക്ക് അറിയാൻ നാം ഒരു അവസരം ഒരുക്കിയത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇത് യതനാസഊന ബൈനഹും അംറഹും, ആ ഘട്ടത്തിൽ അവര് തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവര് ഈ ഗുഹവാസികളുടെ കാര്യത്തില് അവര് ഒരു തർക്കത്തിലാണ് അതിനെ തുടർന്ന് ഏർപ്പെടുന്നത്. അവർക്കിടയിൽ ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് യതനാസഊന ബൈനഹും അംറഹും, ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള. യഥാർത്ഥത്തിൽ അള്ളാഹു ഈ ഗുഹയിൽ കഴിച്ചുകൂട്ടിയ ആളുകളെ കുറിച്ച് അവർക്ക് ജ്ഞാനം നൽകുന്നത്, അവർക്കത് അറിയാൻ അവസരമുണ്ടാക്കിയത് മുകളിൽ സൂചിപ്പിച്ച 2 കാര്യങ്ങൾക്ക് വേണ്ടിയും. അള്ളാഹുവിന്റെ വാഗ്ദാനം പുലരുക തന്നെ ചെയ്യും എന്ന ഒരു കാര്യം. രണ്ടാമത്തത്, അന്ത്യനാൾ എന്നത്, അന്ത്യസമയം എന്നത് യാതൊരുവിധ സംശയവും വേണ്ടതില്ലാത്ത, കൃത്യമായി സംഭവിക്കുന്ന കാര്യം തന്നെയാണ് എന്നത് അവരെ ബോധ്യപ്പെടുത്തുക എന്നതാണ് അതിന്റെ താല്പര്യമായിരുന്നതെങ്കിൽ, ഈ ആളുകള്
പട്ടണത്തിലെ ആളുകൾ അതിന്റെ പേരിൽ ഈ ആളുകളുടെ ഗുഹയിൽ കഴിച്ചുകൂട്ടിയ ആളുകളുടെ കാര്യത്തിൽ ഒരു തർക്കത്തിൽ ഏർപ്പെടുകയാണ്. ഇപ്പൊ ഖാലു, അങ്ങനെ ആ തർക്കത്തിന്റെ ഭാഗമായിട്ട് അവർ പറയുകയാണ്, ഇബ്നു അലൈഹിം ബുനിയാന, അവരുടെ മേൽ നമുക്കൊരു എടുപ്പ് ഉണ്ടാക്കാം, ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താം. റബ്ബുഹും അലമു ബിഹിം, അവരുടെ കാര്യം ശരിക്കും അറിയുന്നത് അവരുടെ റബ്ബ് തന്നെയാണ്, അവരുടെ നാഥൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെയാണ്. അള്ളാഹുവിനാണ് ഈ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വസ്തുതകൾ കൃത്യമായിട്ട് അറിയുക. ഏത് കാലഘട്ടത്തില് എപ്പോ, അതുപോലെ എത്ര കാലം ഗുഹയിൽ കൂട്ടി, അതുപോലെ എന്തിന്റെ പേരിലായിരുന്നു അവര് വേട്ടയാടപ്പെട്ടിരുന്നത് തുടങ്ങിയിട്ടുള്ള ഈ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വസ്തുതകളൊക്കെയും അറിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. നമുക്ക് അവര് കൂടിയിരുന്ന ആ ഗുഹയുടെ ആ ഗുഹാമുഖം അങ്ങ് അടച്ചു കളഞ്ഞ് അവിടെ ഒരു നിർമ്മിതി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താം, ഒരു ഭിത്തി പണിയുകയോ അല്ലെങ്കിൽ ഒരു അത്താണി പോലെ വല്ലതൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം, ഒരു അടയാളപ്പെടുത്തലായിട്ട്. അങ്ങനെയാണ് ഒരു കൂട്ടർ പറയുന്നത്. ഖാലല്ലദീന ഖലബു അലാ അംരിഹിം, എന്നാൽ അവരുടെ കാര്യത്തില് വലിയ മേധാവിത്വം നേടുന്ന വിധത്തില്, ബാക്കിയുള്ളവരെ അടക്കി ഭരിക്കുന്ന വിധത്തിലുള്ള നിലപാട് സ്വീകരിച്ച ആളുകൾ പറഞ്ഞത്, ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, അവരുടെ മേൽ നാം തീർച്ചയായിട്ടും ഒരു മസ്ജിദ് പണിയുക തന്നെ ചെയ്യും എന്നാണ്. ഒരു ആരാധനാലയം തീർച്ചയായിട്ടും നാം അവരുടെ ആ ഇടത്തിൽ, അവര് കഴിച്ചുകൂട്ടിയിരുന്ന ആ സ്ഥലത്ത് നാം ഒരു ആരാധനാലയം തന്നെ പണിയും, ഒരു മസ്ജിദ് തന്നെ പണിയും എന്നാണ് വേറെ കൂട്ടർ നിർബന്ധ ബുദ്ധിയ പറയുകയുണ്ടായത്. അപ്പൊ എന്ത് ചെയ്യണം, എങ്ങനെ, എന്ത് നിലപാടാണ് ഈ ഗുഹവാസികളോട് സ്വീകരിക്കേണ്ടത് എന്നതില് അവിടെ ഒരു തർക്കം ഉടലെടുക്കുകയാണ്. അപ്പൊ ഇതിൽ വിട്ടുകളഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ കഥയുടെ വിശദാംശങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. ഈ പട്ടണത്തിലേക്ക് ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പോയ ആള് പട്ടണത്തിലെത്തിയപ്പോ എന്ത് ചെയ്തു, എങ്ങനെയാണ് ആ ആളിൽ നിന്ന് ഈ 100-300 വർഷത്തിന് ശേഷം അവർ ഉണർന്നെണീറ്റ ആ കാലഘട്ടത്തിലുള്ള ആളുകള് ഇയാളെ എങ്ങനെ നോക്കിക്കണ്ടു, അയാളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെ അവർക്ക് അറിയാൻ സാധിച്ചു, അതിനെ തുടർന്ന് എന്തൊക്കെ ഉണ്ടായി എന്നതൊന്നും ഖുർആൻ വിവരിക്കുന്നില്ല. അതൊക്കെ തന്നെയും ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ ഉൾക്കൊള്ളുന്നതിനോ ആ സന്ദേശം വ്യക്തമാവുന്നതിനോ അനിവാര്യമായ കാര്യങ്ങളല്ല. എന്നാൽ മനുഷ്യന്റെ കഥാകഥന മനസ്ഥിതിയുടെ ഭാഗമായിട്ട് ഒരു കഥാതന്തു വികസിപ്പിച്ചെടുത്ത് അതിനൊരു പൂർണ്ണമായ കഥാരൂപം നൽകുന്നത് മനുഷ്യന് ഇമ്പമുള്ള ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് പിന്നെ എന്തുണ്ടായി എന്നൊക്കെയുള്ള ജിജ്ഞാസ മനുഷ്യന്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അതിന്റെ ഫലമായിട്ട് അത് മനുഷ്യൻ അന്വേഷിച്ച് കണ്ടെത്തുകയോ ഭാവനയിൽ അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യും. ഇങ്ങനെ അന്വേഷിച്ച് കണ്ടെത്താനും ഭാവനയിൽ ഒരു ധാരണ രൂപപ്പെടുത്താനും ഒക്കെ ഉള്ള ശ്രമം അനിവാര്യമാകുന്ന വിധത്തിലുള്ള ധാരാളം കാര്യങ്ങള് ഖുർആന്റെ കഥാകഥനത്തിന്റെ ഭാഗമായിട്ട് പലയിടങ്ങളിലും കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഈ ഗുഹാവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ബാക്കി കാര്യങ്ങള് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട് ഏകദേശം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള ആ സിറിയൻ ക്രിസ്ത്യൻ പാതിരിയുടെ ഈ എഫീസസിലെ ഉറങ്ങിക്കിടന്ന ആളുകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിവരണത്തില് അദ്ദേഹം അത് സൂചിപ്പിക്കുന്നത് പട്ടണത്തില്
ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പോയ ഈ ആള് ഭക്ഷണത്തിന് പകരമായിട്ട് നൽകുന്നത് സീസർ ഡീഷ്യസിന്റെ കാലത്തെ വെള്ളി നാണയങ്ങളാണ്. അത് കണ്ടപ്പോ കച്ചവടക്കാരനും അയാളുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ വലിയ സംശയവും ആശങ്കയും ഒക്കെ ഉണ്ടാവുകയാണ്. ഈ വന്നിരിക്കുന്ന ആള് അയാളുടെ വേഷവും രൂപവും ഭാഷയും ഒരു ഭാഗത്ത് കൗതുകമുളവാക്കുമ്പോ അയാള് നൽകിയിട്ടുള്ള വെള്ളി നാണയം അവരിൽ മറ്റൊരു ചിന്ത ഉണ്ടാകാൻ കാരണമാവുകയാണ്. ഇയാൾക്ക് എവിടുന്നോ കുറെ പഴയ കാലത്തെ നാണയങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള നിധി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾ ഈ 100-300 വർഷം മുമ്പ് പ്രചാരത്തിലുണ്ടായിരുന്ന വെള്ളി നാണയവുമായിട്ട് വന്നിരിക്കുന്നത് എന്ന വിധത്തിലൊക്കെയുള്ള ഒരു സംശയം അവരിൽ ഉടലെടുക്കുകയും അയാളെ അവര് പട്ടണത്തിന്റെ അധികാരിയുടെ അടുക്കലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് രാജാവിന്റെ മുന്നിൽ ഹാജരാക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ രാജാവുമായുള്ള കൂടിക്കാഴ്ചയുടെ വേളയിലാണ് ഇയാൾ ഈ ഗുഹയിൽ ഉറങ്ങിക്കിടന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു എന്നതും ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന ബാക്കി ആളുകൾ ഗുഹയിൽ തന്നെ ഇയാളെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന കാര്യമൊക്കെ അവരറിയാനിടയാവുന്നു. അങ്ങനെ രാജാവും രാജാവിന്റെ പരിവാരങ്ങളും കേട്ടറിഞ്ഞ് ഒത്തുകൂടിയിട്ടുള്ള വലിയ ഒരു ജനാവലി തന്നെയും ബാക്കി ആളുകൾ കിടന്നുറങ്ങിയിരുന്ന അല്ലെങ്കിൽ അവർ കാത്തിരുന്ന ആ ഗുഹയുടെ പരിസരത്തേക്ക് ഇയാളെയും കൂട്ടി പോവുകയും അങ്ങനെ കാര്യങ്ങൾ നേരിട്ട് ദൃക്സാക്ഷികളായിക്കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് അതിനെ തുടർന്ന് ഈ ഗുഹക്കാര് അവരെ കാണാൻ വേണ്ടി വന്ന വിശ്വാസികളായ ആളുകളെ അഭിവാദ്യം ചെയ്തു, അവരോട് സലാം പറഞ്ഞു. എന്നിട്ട് പിന്നെ അവര് അവിടെ തന്നെ ഉറക്കത്തിലേക്ക് മടങ്ങി അവര് ആ നിദ്രയോടുകൂടി അവിടെ പരലോകം പ്രാപിക്കുകയാണ് ഉണ്ടാകുന്നത് എന്നാണ് അത് സംബന്ധമായി ആ സ്രോതസ്സിൽ സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തില് ഈ ആളുകൾ ഗുഹയിൽ ഉറങ്ങിയ ആളുകൾ അവിടെ തന്നെ മരിച്ചു വീണു, അല്ലെങ്കിൽ അവിടെ ഉറങ്ങാൻ വേണ്ടി കിടന്ന് അവരങ്ങനെ മരിച്ചുപോയി എന്നതാണ് ആ കഥയുടെ അവസാന ഭാഗമായിട്ട് സൂചിപ്പിക്കപ്പെടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ഗിബന്റെ ചരിത്ര രചനയിലെ സൂചനകളും ഇസ്ലാമിക ലോകത്തേക്ക് ഇത് സ്വീകരിക്കപ്പെട്ടപ്പോ ഈ അറിവ് എത്തിയപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ മുഫസ്സിറുകൾ എത്തിച്ചേർന്ന ചില കൺക്ലൂഷൻസും ഒക്കെ നമുക്ക് അതിനോട് ചേർത്ത് വായിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ ഈ ഗുഹാവാസികളുടെ കഥ അവസാനിക്കുന്നത് അങ്ങനെയാണ്. അവരെ 100-300 വർഷം മുമ്പുള്ള വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി നാടുവിട്ട് പോയി ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ച ആളുകളായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അതിനെ തുടർന്ന് പിന്നെ അവര് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയല്ല, അവര് ഉറങ്ങാൻ കിടന്നു മരിച്ചുപോയി, അങ്ങനെയുള്ള ഒരു ചിത്രമാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം എന്തിനു വേണ്ടി അള്ളാഹു അവരുടെ മുന്നിൽ കാണിച്ചു എന്നതിന് ഒരു വിശദീകരണം നമ്മൾ ഇന്ന് വായിച്ച ആയത്തിൽ അടങ്ങിയിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ വാഗ്ദാനം, അള്ളാഹു സത്യമാർഗം സ്വീകരിക്കുന്ന ആളുകളുടെ സംരക്ഷകനായിട്ട് നിലകൊള്ളും എന്ന കാര്യത്തിനും മരണശേഷം ഒരു പുനരുത്ഥാനമുണ്ട്, ഒരു പുനരുജ്ജീവിപ്പിക്കലുണ്ട് എന്ന കാര്യം ബോധ്യപ്പെടുത്തുന്നതിനും എല്ലാവരും മരിച്ചു പോകുന്ന ഒരു ലോകാവസാനമായിക്കൊണ്ടുള്ള ഒരു സാഴത്ത് സംഭവിക്കാനുണ്ട് എന്നതിനുമൊക്കെയുള്ള ബോധ്യപ്പെടുത്തുന്ന അതിനുവേണ്ടിയുള്ള ഒരു പിൻബലമായിട്ട് അനുഭവപ്പെടുത്തി കൊടുത്തിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അള്ളാഹു ഇവിടെ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. പട്ടണവാസികൾക്ക് ഇവരെ കുറിച്ച് അറിയാൻ അവസരം ഉണ്ടാക്കിയത് ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്ഖും വ അന്ന സ്സാഅത ലാ റൈബ ഫീഹ. അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ സത്യമാണ്, അതുപോലെ സാഴത്തിന്റെ കാര്യത്തിൽ യാതൊരു സന്ദേഹവും വേണ്ടതില്ല
എന്ന കാര്യം അവരറിയുന്നതിന് വേണ്ടിയാണ് ഈ പട്ടണവാസികൾക്ക് ഇവരെ കുറിച്ച് അറിയാൻ സാഹചര്യം ഒരുക്കിയത് എന്നാണ് അള്ളാഹു പറയുകയുണ്ടായത്. അതിനെ തുടർന്ന് അവരൊരു തർക്കത്തിൽ ഏർപ്പെടുന്നവരായി മാറുകയാണ്. ആ തർക്കത്തിന്റെ 2 തലങ്ങളാണ് ഈ ആയത്ത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായത്. ഒന്ന്, കൂട്ടത്തിൽ ഒരു വിഭാഗം പറഞ്ഞത് നമുക്ക് അവരുടെ ആ സ്ഥാനത്തായിട്ട് ഒരു നിർമ്മിതി ഉണ്ടാക്കാം, ഒരു എടുപ്പുണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു മതിൽക്കെട്ട് ഉണ്ടാക്കാം, ഒരു അടയാളപ്പെടുത്തലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ബിൽഡ് ചെയ്ത് വെക്കാം. അവരെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല, വേണ്ടത്ര അറിയില്ലല്ലോ. അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അറിയുന്നത് അവരുടെ റബ്ബിന് തന്നെയാണ്. അപ്പൊ നമുക്കത് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കാം. ആ ഗുഹാമുഖം അടച്ചുകൊണ്ട് ഒരു ഭിത്തി കെട്ടാം. എന്നിട്ട് ഇങ്ങനെ ഒരു കൂട്ടർ ഇവിടെ ദീർഘകാലം ഉറങ്ങിക്കിടന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നതിനുള്ള ഒരു അടയാളപ്പെടുത്തലായിട്ട് ഒരു ബുന്യാൻ, ഒരു നിർമ്മാണം നമുക്ക് അവിടെ ചെയ്തു വെക്കാം. അത് മതി. കാരണം ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിശദാംശങ്ങളൊക്കെ അവരെത്രത്തോളം പ്രശംസ അർഹിക്കുന്നവരാണ്, എത്രത്തോളം നല്ല ആളുകളായിരുന്നു, അല്ലെങ്കിൽ ഒരു അവര് എന്തിന്റെ പേരിലാണ് ഈ ഇത്തരം ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയത് എന്നതൊന്നും നമുക്ക് വിശദമായിട്ട് അറിയുകയില്ലല്ലോ. അതുകൊണ്ട് ഒരു അടയാളപ്പെടുത്തൽ മാത്രം ഉണ്ടാക്കിയിട്ട് നമുക്കത് അവസാനിപ്പിക്കാം എന്ന് അഭിപ്രായപ്പെട്ട ഒരു കൂട്ടർ. എന്നാൽ മേധാവിത്വം നേടിയ വേറൊരു കൂട്ടർ, ഖാലല്ലദീന ഗലബു അലാ അംരിഹിം, ഈ കാര്യത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട വിഷയത്തില് മേധാവിത്വം നേടിയ, പിന്നീട് ആളുകള് എല്ലാവരും തന്നെ കീഴൊതുങ്ങി കൊടുക്കേണ്ടി വന്ന ഒരു വിഭാഗം, അവര് പറയുകയുണ്ടായത് ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ എന്നാണ്. നാം തീർച്ചയായിട്ടും അവരുടെ മേൽ, അല്ലെങ്കിൽ അവരുണ്ടായ സ്ഥലത്ത് ഒരു ആരാധനാലയം, ഒരു മസ്ജിദ് പണിയുക തന്നെ ചെയ്യും എന്നാണ് അവര് ഉറച്ച സ്വരത്തില്, ബാക്കിയുള്ളവരെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ അഭിപ്രായത്തെ വിലമതിക്കാതെ കണ്ട് അവര് പറയുകയുണ്ടായത്. 2 വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ വിശദീകരിക്കുന്ന ആളുകളുടെ ഇടയിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതിലൊന്ന്, ഈ ഒരു കൂട്ടർ പറഞ്ഞ അഭിപ്രായം, ഒരു ബുനിയാൻ ഉണ്ടാക്കുക എന്നത് അവരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു അടയാളപ്പെടുത്തലായിട്ട് വല്ലതൊക്കെ ഉണ്ടാക്കുക എന്നത് ഒരു അഭിപ്രായവും, മറ്റത് അവിടെ ഒരു മസ്ജിദ്, ഒരു പള്ളി നിർമ്മിക്കുക എന്ന, ഒരു ആരാധനാലയം നിർമ്മിക്കുക എന്ന അഭിപ്രായം. ഇതില് ഒരു കൂട്ടരുടെ വിശദീകരണ പ്രകാരം അവിടെ മസ്ജിദ് നിർമ്മിക്കുക എന്നത് ഈ ആളുകളുടെ സ്മരണാർത്ഥം, അല്ലെങ്കിൽ അവരെ പുണ്യവാളന്മാരായി കണ്ടുകൊണ്ട്, അവരെ വളരെ ഉത്കൃഷ്ടരായ ആളുകളായി കണ്ടുകൊണ്ട് അത്തരം ആളുകളുടെ പേരിൽ ഒരു മസ്ജിദ് നിർമ്മിക്കുക, ഒരു ആരാധനാലയം പണിയുക എന്ന ഒരു നിലക്കാണ് അവരതിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് മരിച്ചുപോയ മഹാന്മാരുടെയും അതുപോലെ ചരിത്രത്തിൽ അറിയപ്പെട്ട അത്തരം വ്യക്തികളുടെയൊക്കെ പേരിൽ അവരെ മറമാടിയ സ്ഥലങ്ങളിൽ ആരാധനാലയം പണിയുക എന്നത് വളരെ പുണ്യമുള്ള ഒരു കർമ്മമാണ്, നല്ലതാണ് എന്ന ഒരു അഭിപ്രായം രൂപപ്പെട്ടു വരുന്ന വിധത്തിലാണ്, അല്ലെങ്കിൽ അതിനൊരു പിൻബലവും ന്യായീകരണവും ആവുന്ന വിധത്തിലാണ് ആ ഒരു വ്യാഖ്യാനവും വിശദീകരണവും പോകുന്നത്. എന്നാൽ ചില മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്നത്, ഇവര് ഉറക്കമുണർന്ന ഈ 5-ാം നൂറ്റാണ്ടിൽ, AD 5-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് ഇവര് ഉറക്കമുണർന്ന് വരുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോഴ് റോമൻ കത്തോലിക്ക സമൂഹം അവരുടെ വിശ്വാസപരമായ വലിയ
ജീർണതയിലേക്ക് കൂപ്പുകുത്തിയിട്ടുണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. സീസർ ഡീഷ്യസിന്റെ കാലത്ത് അവര് ബഹുദൈവ വിശ്വാസികളായിരുന്ന റോമാക്കാരായിരുന്നെങ്കിൽ അതിനുശേഷം അവരൊക്കെയും തന്നെ ക്രൈസ്തവ സമൂഹമായി മാറി. അവരൊക്കെ ക്രിസ്ത്യാനികളായി മാറിയെങ്കിലും ഈ 5-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ എത്തുമ്പോഴേക്ക് അവരൊക്കെ തന്നെ വലിയ വിശ്വാസപരമായ ജീർണതയുടെ ആളുകളായി മാറിയിട്ടുണ്ടായിരുന്നു. പ്രവാചകന്മാർക്കും അതുപോലെ മറിയം റളിയല്ലാഹു അൻഹാക്കും അതുപോലെ അവരുടെ സമൂഹത്തിലെ അറിയപ്പെടുന്ന പുരോഹിതന്മാരുടെയും പാതിരിമാരുടെയും ഒക്കെ പേരിൽ ആരാധനാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നതും അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ റോമൻ കത്തോലിക്ക സഭ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഏർപ്പാടായിട്ട് മാറുകയുണ്ടായി. ആ ഒരു ഘട്ടത്തിലാണ് അവരെ ആ വഴിവിട്ട പോക്കിനെ വിമർശിച്ചുകൊണ്ടുള്ള അവരുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ തുറന്നു കാണിക്കുന്ന വിധത്തില് ഈ കാര്യം ഖുർആൻ പരാമർശിക്കുന്നത് എന്നാണ് രണ്ടാമത് പറഞ്ഞ വിഭാഗം മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇത് സൂക്ഷ്മതയോടുകൂടി പഠന വിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് ഈ ആയത്ത് അതിന്റെ ചരിത്രപരവും അതിന്റെ പശ്ചാത്തലവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ കുറച്ചുകൂടി വ്യാപ്തിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. തൽക്കാലം ഈ ആയത്ത് അതിന്റെ ഭാഷാതലത്തിൽ മാത്രം മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. വകദാലിക അഅ്സർനാ അലൈഹിം, ഈ വിധം നാം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പട്ടണവാസികളെയാണ് സൂചിപ്പിക്കുന്നത്. ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അവര് അറിയുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ വാഗ്ദാനം, അള്ളാഹുവിന്റെ വഅദ് സത്യമാണ് എന്നത്. വ അന്ന സഅത ലാ റൈബ ഫീഹ, അതേപോലെ തന്നെ അന്ത്യസമയം എന്നത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ് എന്നതും അവരറിയുന്നതിന് വേണ്ടിയാണ് ഈ ഗുഹയിൽ ഉറങ്ങിക്കിടന്ന ആളുകളെ കുറിച്ച് പട്ടണത്തിലെ ആളുകൾക്ക് നാം വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അത് സംബന്ധമായി അവർക്ക് അറിയാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത്. ഇത് യത്നാസഊന ബൈനഹും അംറഹും, അങ്ങനെയാണ് അതിനെ തുടർന്ന് അവര് ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ ഭിന്നതയിലായി, തർക്കത്തിലായത്. ഫഖാലു, അങ്ങനെ അവര് പറയുകയുണ്ടായി, ഇബ്നു അലൈഹിം ബുനിയാനം, അവരുടെ മേൽ നമുക്കൊരു എടുപ്പുണ്ടാക്കാം. ഇബ്നു അലൈഹിം ബുനിയാന എന്നാണ്. അവരുടെ മേൽ ഒരു എടുപ്പുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവരെ മറമാടിയ ആ സ്ഥലത്ത് നമുക്കൊരു അടയാളപ്പെടുത്തൽ ഉണ്ടാക്കി വെക്കാം, അല്ലെങ്കിൽ ഒരു ഭിത്തിയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കാം എന്ന് പറഞ്ഞ മതപരമായ ആരാധന പോലെയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യമുള്ള ഒരു സംഗതിയായിട്ടല്ല ബുന്യാൻ എന്ന പദം സൂചിപ്പിക്കുന്നത്. കേവലമായ ഒരു അടയാളപ്പെടുത്തലാണ്. അങ്ങനെ ഒരു അടയാളപ്പെടുത്തലായിട്ട് നമുക്ക് അവിടെ ഒരു ഭിത്തിയോ അതുപോലെ എന്തെങ്കിലും ഒരു സ്ട്രക്ചർ പണിത് വെക്കാം. റബ്ബുഹും ആലമു ബിഹിം, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നന്നായി അറിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. നമുക്ക് കൗതുകമുളവാക്കുന്ന ഒരു സംഭവമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ദീർഘമായ കാലം കിടന്നുറങ്ങി പിന്നെ ഉണർന്നെണീറ്റ് വന്ന ആളുകൾ കഴിഞ്ഞിരുന്ന ഒരു ഇടം എന്നുള്ള നിലക്ക് ഈ സ്ഥലം നമുക്ക് ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടാക്കി വെക്കാം എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. ഖാലല്ലദീന ഗലബു അലാ അംരിഹിം, എന്നാൽ അവിടെ മേധാവിത്വം നേടിയ ആളുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആ ഘട്ടം എന്നത് റോമൻ കത്തോലിക്ക സഭയും ആ കത്തോലിക്ക സമൂഹവും ഒക്കെ വലിയ മേധാവിത്വം റോമൻ സാമ്രാജ്യത്തിൽ നേടിയിട്ടുണ്ടായിരുന്ന ഒരു കാലമാണ്. അപ്പോ അധികാരികളും മതമേധാവികളും ഒരുപോലെ
കൈകോർത്തുകൊണ്ട് നിന്നിരുന്നത് ഈ രണ്ടാമത് പറഞ്ഞ അഭിപ്രായത്തിനാണ് എന്നത് മനസ്സിലാക്കാൻ നമുക്ക് പ്രേരണയാവുന്ന വിധത്തിലുള്ള ഒരു ശൈലിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഖാലല്ലദീന ഗലബു അലാ അംരി, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തില് മേധാവിത്വം നേടിയ കൂട്ടർ പറയുകയുണ്ടായി, ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, അവരുടെ മേൽ നമുക്കൊരു ആരാധനാലയം തന്നെ, ഒരു മസ്ജിദ് തന്നെ പണിയണം, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു മസ്ജിദ് തന്നെ പണിയും എന്ന വിധത്തിലാണ് അവര് പറയുകയുണ്ടായത്. അപ്പൊ ഇതാണ് ഇന്ന് നമ്മൾ വായിച്ച ആയത്തിന്റെ നേർക്കുനേരെയുള്ള അർത്ഥസൂചനകൾ. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പഠന വിധേയമാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചില നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ചില വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കപ്പെട്ടത് നമ്മളുടെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞുകൂടാ, എന്നാലും അതിനോട് അതൊന്ന് കേൾപ്പിച്ചുകൊണ്ട് അതിനോട് ചില പ്രതികരണങ്ങൾ നടത്താം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ബഹുദൈവ വിശ്വാസമാണോ ഏറ്റവും വലിയ പ്രശ്നം? ഏകദൈവ വിശ്വാസികളായ ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ വലിയ സംഘർഷം നടക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ബഹുദൈവ വിശ്വാസം അള്ളാഹുവിന്റെ ഏകത്വത്തെ തിരസ്കരിച്ചുകൊണ്ടുള്ള, ദിവ്യത്വത്തിലും മറ്റു പലതിനും ഇടം കൊടുത്തുകൊണ്ടും വിധേയപ്പെടേണ്ടത് അള്ളാഹുവിനാണ് എന്ന ബോധ്യത്തിന് വിരുദ്ധമായി മറ്റു പലർക്കും, പല ശക്തികൾക്കും, പല ദിവ്യത്വം അവകാശപ്പെടുന്നവർക്കും ഒക്കെ വിധേയപ്പെടുന്നതും ഒക്കെ തന്നെയാണ് ഏറ്റവും വലിയ ളുൽമായിട്ട്, ഏറ്റവും വലിയ അക്രമമായിട്ട് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ എന്തുകൊണ്ട് അങ്ങനെ എന്നതൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതാണ്. അത് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അടിസ്ഥാനപരമായി ലോകത്തെ സകല അക്രമങ്ങളുടെയും അടിത്തറയായിട്ട്, മൂല കാരണമായിട്ട് വർത്തിക്കുന്നത് അള്ളാഹുവിന് നൽകേണ്ട വിധേയത്വം മറ്റു പലർക്കും നൽകുന്ന, അള്ളാഹുവിന് നൽകേണ്ട ആ അംഗീകാരവും കീഴ്പ്പെടലും മറ്റു പലർക്കും നൽകുന്ന ഒരു ഡീവിയേഷൻ കാരണമായിട്ടാണ് മനുഷ്യന്റെ സാമൂഹ്യ രാഷ്ട്രീയ ക്രമങ്ങളിലൊക്കെ തന്നെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത് എന്നതാണ്. അത് നമുക്ക് സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയാൽ കാണാൻ കഴിയും. അഷിർക്കുൽ ഉൽമുൻ എന്ന് പറയുന്ന ഷിർക്ക്, അള്ളാഹുവിന്റെ ഏകത്വത്തിന് വിരുദ്ധമായി മറ്റു പലർക്കും ദിവ്യത്വത്തിൽ പങ്കാളിത്തം കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു നിലപാട്, അതാണ് ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നതിന് മറ്റൊരു തലം കൂടിയുണ്ട്. സമൂഹത്തിലെ വലിയ ളുൽമിന്റെ കാരണമായി മാറുന്നതും അത് തന്നെയാണ്. പലപ്പോഴും ഏറ്റവും വലിയ അക്രമികൾക്ക് മറയിട്ട് കൊടുക്കുന്നതും അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നതും ഒക്കെ ഈ ബഹുദൈവത്വത്തിന്റെ മറ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എന്നത് നമ്മുടെ കാലഘട്ടവും പിന്നിട്ട കാലഘട്ടങ്ങളും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. പിന്നെ ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോഴുള്ള സംഘർഷം നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ്. യഥാർത്ഥത്തിൽ ഇതിലെ യഥാർത്ഥ വില്ലൻ ആരാണ് എന്നത് പരിശോധിച്ചാൽ അത് മനസ്സിലാവും. പാകിസ്ഥാൻ എത്രയോ അതിന് ഒരുപക്ഷെ അതിന്റെ രൂപീകരണ കാലം മുതൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ലോകശക്തികളുടെ കളിപ്പാവയായി മാറുന്ന അവസ്ഥയിൽ നിന്നും മുക്തല്ല. പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം സാധിച്ചിട്ടുള്ള ഒരു രാജ്യമല്ല പാകിസ്ഥാൻ. വേറൊരു തലത്തില് ഇറാനും അത്തരം ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ സമൂഹങ്ങൾക്ക് മേല് മേധാവിത്വം നേടാൻ ശ്രമിക്കുന്ന സാമ്രാജ്യത്വ ശക്തികളുടെ ഇടപെടലുകൾ ഈ വിഷയങ്ങളിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് നമ്മൾ ഇത്തരം സംഘർഷങ്ങളെ കാണാൻ കഴിയുക. ഇപ്പോൾ സൗദി അറേബ്യ ഇസ്ലാമിന്റെ ഭൂപ്രദേശമായിട്ട് മനസ്സിലാക്കുമ്പോൾ തന്നെ പലപ്പോഴും സാമ്രാജ്യത്വ ശക്തികളുടെ അമേരിക്കൻ മുതലാളിത്ത സംസ്കാരത്തിന്റെ ഒരു ചട്ടുകമായി മാറിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. രാഷ്ട്രീയ അന്താരാഷ്ട്ര വിഷയങ്ങളിലൊക്കെ തന്നെ
അവര് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അവരെടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ, ഈ രാജ്യങ്ങൾ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ എല്ലായ്പ്പോഴും ഇസ്ലാമിന്റെ നിലപാടുകളാണ് എന്നത് നമുക്ക് കാണാൻ കഴിയുകയില്ല. ഇസ്ലാമിന്റെ രാഷ്ട്രീയ സംവിധാനം തകർക്കപ്പെട്ടിട്ട് ഏകദേശം 100 വർഷം പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നിലവിൽ വന്നിട്ടുള്ള രാജ്യങ്ങളൊക്കെ ഭാഗികമായിട്ട് മാത്രമേ ഇസ്ലാമിനോട് വിധേയത്വം കാണിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും അവര് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെയും അതുപോലെ റഷ്യയുടെയും ഒക്കെ നിയന്ത്രണത്തിലോ അവർക്ക് വേണ്ടി ആക്ട് ചെയ്യുന്ന വിധത്തിലോ ഒക്കെ പ്രവർത്തിക്കുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവര് പൂർണ്ണമായി ഇസ്ലാമിന്റെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളല്ല എന്നത് ഒരു വസ്തുതയാണ്. അത് നമ്മൾ മുടിവെച്ചത് കൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ആ വിഷയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. മറ്റൊരു ചോദ്യം, സുഷുപ്താവസ്ഥയിൽ ദീർഘകാലം കഴിയുന്ന ജീവികളുണ്ട്. അവ ഭക്ഷണമില്ലാതെ ദീർഘകാലം കഴിയും. എത്ര കാലം ഉറങ്ങി എന്ന് പോലും അറിയാതെ നിൽക്കുന്ന കുറെ മനുഷ്യരുടെ വിഭ്രാന്തിയെല്ലാം എന്റെ കളികളാണ് എന്ന് ഒരു ദൈവം അവകാശവാദം ഉന്നയിക്കുന്നത് അസാധാരണമല്ലേ എന്നാണ്. ഇതില് ദീർഘകാലം ഉറങ്ങുന്ന ജീവികളുണ്ട്. പക്ഷെ 300 വർഷമൊക്കെ ഉറങ്ങുന്ന ജീവികളുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിന്റെ പകുതിയൊക്കെ ഒരു ഹൈബർനേഷൻ പോലെ കഴിയുന്ന ജീവികളെ കുറിച്ചൊക്കെ വായിക്കാൻ പറ്റിയിട്ടുണ്ട്. ഭക്ഷണവും അതും വെള്ളമൊന്നും കുടിക്കാതെ നൂറ്റാണ്ടുകളോളം അങ്ങനെ കഴിയുക എന്നുള്ളത് ജീവജാലങ്ങൾക്കിടയിലുള്ളതായിട്ട് എന്റെ അറിവിലില്ല. പിന്നെ എത്ര കാലം ഉറങ്ങി എന്നത് അറിയാത്ത ഈ ആളുകളുടെ വിഭ്രാന്തിയൊക്കെ എന്റെ കളികളാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു അതിശയോക്തിപരമായ ഒരു വിവരണമാണ്, എക്സാജറേഷനാണ്. അവരുടെ വിഭ്രാന്തികളെ കുറിച്ചൊന്നും അല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പറ്റിയ വിധത്തിൽ ഒന്ന് മാറ്റിയിട്ടാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഈ 350 വർഷം ഉറങ്ങിക്കിടന്ന ആളുകളെ, അവരെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി പുതിയ കാലഘട്ടത്തിലെ ആളുകളുടെ ദൃഷ്ടിയിലേക്ക്, ശ്രദ്ധയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നത് അത് ഉദ്ദേശപൂർവം അള്ളാഹു അവരെ അനുഭവിപ്പിച്ച ഒരു ദൈവിക ദൃഷ്ടാന്തമാണ് എന്ന നിലക്കാണ്. അവര് കാണിച്ച വിഭ്രാന്തിയും കാര്യമൊന്നും നമ്മുടെ കളികളാണ് എന്ന നിലക്ക് ഖുർആൻ വിവരിച്ചിട്ടില്ല. അത് നിങ്ങളുടെ വക കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വിവരണം മാത്രമാണ്. അത് അങ്ങനെയുള്ള ഒരു അവകാശവാദവും ഖുർആൻ നടത്തിയിട്ടില്ല. അള്ളാഹു അങ്ങനെയുള്ള കാര്യം പറഞ്ഞിട്ടില്ല. മറ്റൊന്ന്, ഇത് പീസ് എന്നുള്ള പ്രൊഫൈലിൽ നിന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ കേട്ടോ. ആശയങ്ങൾ അപൂർണമായി അവതരിപ്പിക്കുന്നത് ആത്മവിശ്വാസം അല്ലെങ്കിൽ ഉറപ്പ് ഇല്ലാത്തത് കൊണ്ടല്ലേ? അത് വിരുദ്ധമായ വ്യാഖ്യാനങ്ങൾ പോലും ഇടയാക്കുന്നു. ഇതാണോ ദൈവത്തിന്റെ മഹത്വത്തിന്റെ അടയാളം എന്നാണ് ചോദിക്കുന്നത്. ഇദ്ദേഹത്തിന് സാഹിത്യ രചനകളെ കുറിച്ചുള്ള വലിയ പരിചയമില്ലാത്തത് കൊണ്ടായിരിക്കും വളരെ പ്ലെയിൻ ആയിട്ട് കാര്യങ്ങൾ ഏത് ആൾക്കും വായിച്ചാൽ പിന്നീടൊരു വായന നടത്താൻ ഒന്നും അവശേഷിക്കാത്ത വിധത്തില് പറയുന്ന ഒരു ശൈലിയെ സാഹിത്യം എന്നാരും പറയാറില്ല. സാഹിത്യ ഗുണമുള്ളത് എന്ന് പറയുന്നത് എപ്പോഴും ആഴങ്ങളെ എക്സ്പ്ലോർ ചെയ്യാൻ, കൂടുതൽ വായിക്കുമ്പോൾ കൂടുതൽ അർത്ഥവ്യാപ്തിയും അർത്ഥതലങ്ങളും ഒക്കെ കണ്ടെത്താൻ പറ്റുന്ന രചനക്കാണ് വലിയ വൈശിഷ്ട്യമുള്ള വിശിഷ്ടതയുള്ള സാഹിത്യ രചനയായിട്ട് മനുഷ്യന്റെ രചനാ ലോകത്ത് തന്നെ പറയാറുള്ളത്. ഒരു പ്രയോഗം ടു സജസ്റ്റ് ഈസ് ടു ക്രിയേറ്റ്, ടു സ്റ്റേറ്റ് ടു ഡിസ്ട്രോയ് എന്നാണ്. സൂചിപ്പിക്കുക, സൂചന മാത്രം നൽകുക എന്നതാണ് വലിയ സൃഷ്ടിപരത, സർഗാത്മകത. എല്ലാം അങ്ങ് വെളിപ്പെടുത്തി പറയുക എന്നത്, അല്ലെങ്കിൽ ഒരു പ്രസ്താവന പോലെ എല്ലാം തെളിച്ചു പറയുക എന്നത്
അതിന്റെ സർഗാത്മകതയെ നശിപ്പിച്ചു കളയലാണ് എന്നതാണ് സാഹിത്യ ലോകത്തുള്ള ഒരു വലിയ ആപ്തവാക്യമായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെ. വിശുദ്ധ ഖുർആന്റെ മിറക്കിൾ എന്ന് പറയുന്നത് അത് പ്ലെയിനായ അർത്ഥസൂചനകൾ നൽകുന്ന ഏത് വായനക്കാരനും ലഭ്യമാവുന്ന അടിസ്ഥാന ആശയങ്ങൾ അതിൽ നിന്ന് ലഭിക്കുന്നതോടൊപ്പം തന്നെ നിരന്തരമായി നമ്മൾ അതിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഒക്കെ വ്യത്യസ്തമായ പലതും കൂടുതൽ ആഴങ്ങള് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ പലതും നമുക്കതിൽ കണ്ടെത്താൻ കഴിയുന്നു എന്നതാണ്. മനുഷ്യരചനയിൽ നിന്ന് അതിനെ വേറിട്ടതാക്കി നിർത്തുന്നത് അങ്ങനെയുള്ള ചില പ്രത്യേകതകളൊക്കെ ആണ് എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യൻ ഇത്രയും വിസ്മയകരമായ വിധത്തില് പല കാര്യങ്ങളും അടുക്കടുക്കായിട്ട് ഒളിപ്പിച്ചു വെക്കുക എന്നത് മനുഷ്യന്റെ സർഗാത്മകതയിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇത് ദൈവികമായിട്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും ഏറെ വ്യാഖ്യാന സാധ്യതകൾ നിലനിൽക്കുന്ന വിധത്തില് പല കാര്യങ്ങളെയും ഉൾച്ചേർത്ത് വെക്കാൻ ഉള്ള ഒരു രചനാ ശൈലി എന്നത്. അതിന്റെ അർത്ഥം അതിന് തെളിമയുള്ള അടിസ്ഥാന കാര്യങ്ങൾ വായനയിൽ മനസ്സിലാക്കാൻ അതിൽ നിന്ന് സാധിക്കുകയില്ല എന്നല്ല. അങ്ങനെ സാധിക്കും. തീർച്ചയായിട്ടും ബുദ്ധിപരമായി മികവ് കാണിക്കുന്ന ഭാവനാപരമായ കഴിവുകളുള്ള ആളുകൾക്ക് അതിൽ നിന്ന് കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് കണ്ടെത്താനും പറ്റും. അടിസ്ഥാനപരമായി ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ ഒറ്റ വായനയിൽ തന്നെ ഓരോരുത്തർക്കും ലഭിക്കുന്ന പോലെ തന്നെ അതിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിടാൻ അവസരം ലഭിക്കുന്ന അതിനുള്ള ധിഷണയും പാഠവും ഒക്കെ ഉള്ള ആളുകൾക്ക് അതിന്റെ കൂടുതൽ സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടെത്താനും സാധിക്കുന്ന ഒരു ശൈലിയാണ് ഖുർആൻ ഉള്ളത്. അത് തീർച്ചയായിട്ടും മഹത്വം അടങ്ങിയത് തന്നെയാണ്. ദുർവ്യാഖ്യാനങ്ങൾ എന്നൊരു സംഗതി ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ അതിനോടുള്ള സമീപനത്തിലെ പിഴവ് കാരണമായിട്ടാണ്. ഖുർആൻ പറയുന്നത് ഹുദൻ ലിൽ മുത്തഖീൻ എന്നാണ്. തഖ്വയാണ് ദൈവഭക്തിയും സൂക്ഷ്മതയും ബുദ്ധിപരമായ സത്യസന്ധതയും ഒക്കെയാണ് ഖുർആനെ സമീപിക്കുന്നതിന് ഏറ്റവും ആവശ്യമായ സംഗതി. നമ്മളൊരു കാര്യം മനസ്സിൽ തീരുമാനിച്ചു വെച്ചിട്ട് അത് തെളിയിക്കാൻ തെളിവ് തേടി ഖുർആനിലേക്ക് പോകുമ്പോൾ ധാരാളം നമ്മൾ കണ്ടെത്തിയെന്ന് വരും. അത് തെറ്റായ ഒരു സമീപനമാണ്. മറിച്ച് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ത് എന്നത് കണ്ടെത്തുക എന്ന താല്പര്യത്തോടു കൂടിയാണ് സത്യസന്ധമായി ബുദ്ധിപരമായ സത്യസന്ധതയോടുകൂടി നമ്മൾ അതിനെ സമീപിക്കുന്നതെങ്കിൽ അതിന് ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാവുകയില്ല. ഇനി അബദ്ധ വായനകൾ ഉണ്ടാകുന്നത് തന്നെ വളരെ പരിമിതമായിട്ട് മാത്രമേ, ഒരു കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് അതില് ഒതുങ്ങി നിൽക്കാൻ കഴിയുകയുള്ളൂ. വൈകാതെ തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സത്യം ബോധ്യപ്പെടുന്ന ചില തലങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടും എന്നതാണ് അനുഭവം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഖുർആന്റെ ശൈലി സംബന്ധമായ ഒരു കാര്യം ഖുർആന്റെ ഒരു ന്യൂനതയായിട്ടല്ല, ഏറ്റവും വലിയ ഒരു മികവായിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത്. മറ്റൊരു സംഗതി, ഒരിക്കലും കാണാൻ കഴിയാത്ത ദൈവത്തിനെ ആരാധിക്കുന്നതിലും എത്രയോ ഭേദമല്ലേ ദൈവത്തിന്റെ പ്രതീകമായി ഒരു വിഗ്രഹത്തെ പൂജിക്കുന്നത് എന്നാണ്. അത് പല വിഗ്രഹ പൂജകരും മുന്നോട്ട് വെക്കുന്ന ഒരു ന്യായമാണ്. മുന്നിൽ കാണാൻ പറ്റുന്ന ഒരു ദൈവം അവർക്ക് വേണം എന്നത്. ബനൂ ഇസ്രായേൽ സമൂഹം ഒരു ഘട്ടത്തില് മൂസ അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെട്ടതും അതാണ്. മൂസ, ഇവർക്കൊക്കെ ദൈവങ്ങളുണ്ടല്ലോ, ഞങ്ങൾക്കും വേണം അങ്ങനെ കാണാനും തൊട്ട് നോക്കാനും ഒക്കെ പറ്റുന്ന ദൈവം എന്നത്. അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ വിഡ്ഢികളാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയുടെ തുടക്കം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു ദൈവം അല്ലെങ്കിൽ ഒരു വിഗ്രഹം ദൈവമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട്, ആ വിഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു വലിയ പൗരോഹിത്യം തന്നെ ഉണ്ടായി വരും. ആ പുരോഹിതന്മാർക്കാണ് ആ വിഗ്രഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയാൻ പറ്റുക. നിങ്ങൾക്കൊന്നും, സാധാരണ മനുഷ്യർക്കൊന്നും അതറിയാൻ പറ്റൂല, ഞങ്ങൾ പറഞ്ഞു തരും എന്നുള്ള നിലക്ക് കാർമ്മികത്വത്തിനും അതുപോലെ ഈ വിഗ്രഹങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങള്
സാധാരണ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനൊക്കെ ആയിട്ട് ഒരു പുരോഹിത സമൂഹം ഉണ്ടായി വരും. പിന്നീട് ആ പുരോഹിതന്മാരുടെ കൈകളിലുള്ള പാവകളായിട്ട് അവര് പറയുന്നതനുസരിച്ച് തുള്ളുന്നവരായിട്ട് ആ സമൂഹം മാറും. അതിന് വല്ല സംശയവും ഉണ്ടെങ്കിൽ നിങ്ങൾ ചരിത്രം ഒന്ന് വായിച്ചു നോക്കൂ, പഠിച്ചു നോക്കൂ, നിങ്ങൾക്ക് ബോധ്യപ്പെടും. കൃത്യമായിട്ടും ഇന്നും വളരെ വ്യവസ്ഥാപിതമായിട്ട് തന്നെ ആഘോഷിക്കപ്പെടുന്ന ബഹുദൈവാരാധന സംവിധാനങ്ങള്, വിഗ്രഹാരാധനയുടെ രീതികള് ഒക്കെ നമ്മുടെ നാട്ടില് കൊഴുത്ത് വളരുന്നുണ്ടല്ലോ ഇപ്പോ. ഒന്ന് പരിശോധിച്ച് നോക്കൂ, അത് ഏതൊക്കെ തലത്തില് മനുഷ്യനെ മൂഢന്മാരായിട്ട് മാറ്റുന്നുണ്ട്, വിഡ്ഢികളാക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവരെ വിഡ്ഢികളാക്കുക എന്നതാണ് ആദ്യത്തെ ഘട്ടം. രണ്ടാമത് അവരെ ചൂഷണത്തിനും അതുപോലെ തന്നെ അവരുടെ കറപ്ഷനുള്ള ഒരു മറയാക്കിയിട്ടും ഒക്കെ എത്രത്തോളം അവർ മാറ്റുന്നുണ്ട് എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ മറ്റൊന്ന്, നബിയുടെ ബുറാഖ് യാത്രയുടെ മുമ്പ് തന്നെ നമസ്കാരം ഉണ്ടായിരുന്നല്ലോ എന്നതാണ്. നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇന്ന് നിർവഹിക്കുന്ന വിധത്തിൽ 5 നേരത്തിലെ നമസ്കാരം എന്നത് നിശ്ചയിക്കപ്പെടുന്നത് ഈ മെഹ്റാജ് യാത്രയുടെ ഘട്ടത്തിലാണ്. അതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, നമസ്കരിക്കാറുണ്ടായിരുന്നു. അതിന് ഈ സമയക്രമവും ഇന്ന് നിശ്ചയിക്കപ്പെട്ട വിധത്തിലുള്ള ഘടനകളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് ചരിത്ര വസ്തുത. മറ്റൊന്ന്, അള്ളാഹു ഗുഹാവാസികളെ സംരക്ഷിച്ചു, പക്ഷെ പലസ്തീനിലെ ജനതയെ സംരക്ഷിച്ചില്ല. വേദനയോടെ പിടഞ്ഞ നബിയെ സംരക്ഷിച്ചില്ല. നബിയുടെ മക്കളെയും പരസ്പരം ഏറ്റുമുട്ടിയ വിശ്വാസികളെയും സംരക്ഷിച്ചില്ല. ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. നല്ലൊരു ചോദ്യം തന്നെയാണിത്. നബി ഇവിടെ ഗുഹാവാസികൾ അള്ളാഹു സംരക്ഷിച്ചു എന്ന് പറയുന്നത് അവരെ ഭൗതിക ലോകത്ത് ജീവിക്കാൻ സാധിക്കുന്ന വിധത്തില് സുഖക്ഷേമങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു സംരക്ഷണത്തിന്റെ ഒരു ഇടപെടലായിരുന്നില്ല. ദൈവികമായ ചില സംഗതികള് പഠിപ്പിക്കുന്നതിന് വേണ്ടി അവരെ പ്രയോജനപ്പെടുത്തുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചത് എന്ന് കാണാൻ കഴിയും. ശത്രുക്കളിൽ നിന്ന് അവരെ സംരക്ഷിച്ചുവെങ്കിലും അത് അവർക്ക് നമ്മളൊക്കെ മനസ്സിൽ കാണുന്ന വിധത്തിലുള്ള ഒരു ജീവിതം ഉണ്ടാകുന്ന വിധത്തിലല്ല. മറിച്ച് 100-300 വർഷം അവർ ഉറങ്ങിക്കിടക്കാൻ ഇടയായി. ശത്രുക്കളുടെ കരങ്ങളാൽ അവർ വധിക്കപ്പെട്ടില്ല. അവരെ ആരും എറിഞ്ഞു കൊന്ന അവസ്ഥ ഉണ്ടായില്ല. പക്ഷെ അള്ളാഹു അതിലൂടെ ചില കാര്യങ്ങള് തെളിയിക്കുകയാണ്. അവർക്ക് മനസ്സിന് ആശ്വാസമാകുന്ന വിധത്തിൽ അവർക്കൊരു ഷെൽട്ടർ കൊടുത്തു എന്നത് ഉണ്ടെങ്കിൽ പോലും അവരെ നമ്മൾ കരുതുന്ന പോലെയുള്ള ഒരു ജീവിത സാധ്യത തുറന്നു കൊടുക്കുകയല്ലല്ലോ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല അവരെ അള്ളാഹു ഒരു കണ്ണു തുറപ്പിക്കുന്ന ആയത്താക്കി മാറ്റുകയാണ്. മറ്റൊരു തലമുറക്ക് ചില പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ദൃഷ്ടാന്തമായിട്ട് അവരെ പ്രയോജനപ്പെടുത്തുകയാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത്. ഈ ഭൗതിക ലോകത്തുണ്ടാകുന്ന ഏറ്റുമുട്ടലുകള്, അതുപോലെ ദുരന്തങ്ങള്, വേദന അനുഭവിക്കേണ്ടി വരുന്നത്, ഇതൊക്കെ തന്നെ അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അത് കൊല്ലപ്പെട്ട പ്രവാചകന്മാരുണ്ട്. ചില ദൂതന്മാര് കുരിശിലേറ്റപ്പെട്ടു എന്ന് അവരുടെ അനുയായികൾ കരുതുന്നുണ്ട്. കുരിശിലേറ്റപ്പെട്ടിട്ടില്ലെങ്കിലും കുരിശിലേറ്റപ്പെടുന്ന ഒരവസ്ഥയോളം കാര്യങ്ങൾ എത്തുകയുണ്ടായിട്ടുണ്ട്. പല വിധത്തിലുള്ള പീഡനങ്ങളും പ്രവാചകന്മാരും സത്യമാർഗം സ്വീകരിച്ചവരും അനുഭവിക്കുന്നുണ്ട്. ജീവിതം എന്നതിന് അത്രയൊക്കെ അള്ളാഹു പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളൂ. മനുഷ്യരെ അവരിൽ ആരാണ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുമായിട്ട് വിജയശ്രീലാളിതരായി മാറുന്നത് എന്നത് തിരിച്ചറിയുന്നതിനുള്ള ഒരു അവസരം മാത്രമായിട്ടേ അള്ളാഹു ജീവിതത്തെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരാള് 100 വർഷമോ അല്ലെങ്കിൽ ദീർഘമായ ഒരു കാലം ഒക്കെ സുഭിക്ഷമായി വളരെ സുഖാനന്ദങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് ഒരു സൗഭാഗ്യമായിട്ടൊന്നും ഖുർആൻ പരിചയപ്പെടുത്തുന്നില്ല. ചിലരങ്ങനെയുണ്ട്. വേറെ ചിലർക്ക് വളരെ നേരത്തെ തന്നെ ഈ ബലാ അവസാനിച്ച് അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തില് മരണം ഏറ്റുവാങ്ങിയ ശുഹദാക്കള് ആ അനുഭവം ആവർത്തിച്ച് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. അവര് പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ അടുക്കല് വീണ്ടും
ഭൂമിയിലേക്ക് വന്നുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷ്യം വരിക്കുന്നതിന് കൊതിയുള്ളവരായിട്ട് ആ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന വിധത്തിലൊക്കെ അവരെ പരിചയപ്പെടുത്തപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഈ ഭൗതിക ലോകത്തെ പീഡാനുഭവങ്ങള്, പ്രയാസങ്ങള്, മരണം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്, ഇതൊന്നും ഒരു പരാജയത്തിന്റെ സൂചനയേ അല്ല. യഥാർത്ഥത്തില് പരാജയം എന്ന് പറയുന്നത് സത്യവിശ്വാസം നഷ്ടപ്പെട്ടു പോയ, വ്യതിചലിച്ച് തെറ്റായ മാർഗത്തിലേക്ക് പോയി പാരത്രിക ലോക വിജയം നഷ്ടമാവുക എന്നതാണ് യഥാർത്ഥ നഷ്ടം. യഥാർത്ഥ വിജയം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് കാലം ജീവിക്കുക എന്നതല്ല, മറിച്ച് ജീവിച്ച കാലം അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള വിധത്തിലാവുകയും അവന്റെ തൃപ്തി നേടിക്കൊണ്ട് മരിച്ചു പോകാൻ സാധിക്കുകയും ചെയ്യുക എന്ന ആശയമാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ഞാനിവിടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.